ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു മാരത്തോൺ കുക്കിംഗ് ആണ്. വൈകുന്നേരം മീനാക്ഷി ചേച്ചി ഒക്കെ വാവയായിട്ട് വരുന്നുണ്ട്. അവരപ്പം ഈവനിങ് സമയത്ത് ഒരു 5 മണി സമയത്തൊക്കെയാണ് വരാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അവർ വരുന്നത് പ്രമാണിച്ച് ഞാൻ കുറച്ച് ചായയുടെ സമയത്ത് എടുക്കാൻ പറ്റിയ കുറച്ച് സ്നാക്സ് അതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം വരുന്നതിന് മുമ്പേ ആദ്യം കുറച്ച് പ്രിപ്പറേഷൻ, നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി, ആദ്യം ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. വാവയൊക്കെ ഒന്ന് കിടത്തണമെങ്കിൽ അപ്പോൾ അതൊന്ന് നീറ്റാക്കി വെച്ചു. പിന്നെ ടിഷ്യൂ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു വാഷ് ബേസിൻ്റെ അവിടെ. അതൊക്കെയാണ് ആദ്യം ചെയ്തത്. ഇനി ഞാൻ സ്നാക്സിനായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം 3 എണ്ണമാണ് ഞാൻ പ്ലാൻ ചെയ്യിക്കുന്നത്. ആദ്യം ഇത് ചിക്കൻ ബ്രസ്റ്റ് 1/2 കിലോ ആണ് കേട്ടോ. അത് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തു. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 to 7 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. അപ്പം അത് ആദ്യം ഞാനിതിപ്പം ഒരു 10-11 മണിക്ക് ആദ്യം ഒന്ന് ഹാഫായിട്ട് അന്ന് ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്തു വെച്ചാൽ പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ബാക്കി എളുപ്പത്തിൽ ചെയ്യാമല്ലോ. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന അനിതയാണ് ഇടയ്ക്ക് കണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. വനിത കുറച്ച് എനിക്ക് പാത്രം കഴുകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ആദ്യം അനിതയെ കൊണ്ട് കഴിച്ചാൽ എനിക്കങ്ങനെ വലിയ പണിയില്ലല്ലോ. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഇത് തൈര് വടയ്ക്കാണ്. തൈര് വടയ്ക്ക് കുറച്ച് ഉഴുന്ന് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉഴുന്നൊന്ന് അരച്ചെടുക്കുവാണ്. അപ്പം 1 കപ്പ് ഉഴുന്നാണ് കുതിർക്കാൻ വെച്ചിരുന്നത്. അത് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കുവാണ്. അപ്പം ആദ്യം വെള്ളം ഒഴിക്കാതെ, അപ്പം കുറച്ച് വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഞാനത് ഇങ്ങനെ ചെറിയ ചെറിയ സ്പൂണിലാണ് വറുത്തെടുക്കാൻ പോകുന്നത്. പിന്നെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒത്തിരി ക്രഷായി പോകണ്ട, കട്ട്ലറ്റ് പോലെ ചെറിയ പീസായിട്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. ചതച്ചെടുക്കുന്നത് പോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാലും മതി, ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തവർ. ഇതൊരു ചിക്കൻ ബോളിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പണ്ട് നന്ദു ഒരു സ്കൂളിൽ കൊടുത്തയച്ചുകൊണ്ടിരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നന്ദുവിന് ഇത് വലിയ ഇഷ്ടമായിരുന്നു സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ. ഞാനിതിൻ്റെ മസാല മിക്സ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് സ്കൂളിൽ കൊടുത്തയക്കുകയാണ് ചെയ്ത് മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട്. പിന്നെ അതിന് വേണ്ടി ഞാൻ സവോളയൊക്കെ അരിഞ്ഞെടുക്കുക. ചിക്കൻ മിക്സിന് വേണ്ടിയിട്ടുള്ള സവാളയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തു. അതിന് വേണ്ടിയിട്ടും കൂടെയാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കൽ പരിപാടിയാണ്. അത് ഇടികല്ലിയെ വെച്ച് തന്നെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ആ മിക്സ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചിട്ട് ആദ്യം ഈ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് അതിനങ്ങനെ ഫിക്സ്. നമ്മൾ 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതിട്ടു. അതിൻ്റെ പച്ചമണം മാറി വന്നു കഴിയുമ്പോഴാണ് സവോള ചെറുതായിട്ട് അരിഞ്ഞ്, സവോളയും പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പച്ചമണം മാറി വന്നു കഴിയുമ്പം ഇതൊരു 2 സവോള പൊടിയായിട്ട് അരിഞ്ഞതുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. സവോള അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ ബ്രൗണൊന്നും ആവണ്ട, ലേശം ഒന്ന് വഴഞ്ഞു വരണം. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴഞ്ഞു വരണം. എന്നിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്തത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ. കാരണം പച്ചമുളകും കൂടെ ഇട്ടാണല്ലോ ചതച്ച്. അപ്പോൾ ഒത്തിരി എരിവ് വേണ്ട. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇതിന് മാത്രമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഇതാണ് ടൊമാറ്റോ കെച്ചപ്പ്. ടൊമാറ്റോ കെച്ചപ്പ് അവോയ്ഡ് ചെയ്യരുത്. കാരണം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് അതിൻ്റെ മെയിൻ ടേസ്റ്റ് മേക്കറായിട്ട് വരുന്നത് ഈ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അത് ഏകദേശം ഒരു 2 to 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് ഒരു 2 to 3 മിനിറ്റ്സ് വഴറ്റി കഴിഞ്ഞിട്ട് ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിൽ വെച്ചിട്ട് ഒരു ഇതാക്കി വെച്ചിരുന്ന ഷ്രെഡ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്തു. ഞാൻ വീണ്ടും റിപ്പീറ്റ് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ഉപ്പും പെപ്പറും ഇട്ട് വേവിച്ച് വെച്ചിരുന്ന 1/2 കിലോ ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ചേർക്കുന്ന ഗരം മസാലയാണ്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. എല്ലാം ഓവർ ടേസ്റ്റ് ആയാലും അതെല്ലാം കൂടെ ഇങ്ങനെ വല്ലാത്തൊരു കുത്തുന്ന ടേസ്റ്റ് വരും. ഗരം മസാല ഒന്നും ഓവർ ആവണ്ട. 1/2 ടീസ്പൂൺ ചേർത്തിട്ട് പിന്നെ മല്ലിയില ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കീറിയിടുവാണ്. കുറച്ച് മല്ലിയില, കുറച്ചല്ല, ഏകദേശം ഒരു 1/2 ബഞ്ചോളം എടുത്തിട്ടുണ്ട്. മല്ലിയില കീറിയിട്ട് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ആവി വന്നു കഴിയുമ്പം ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. വേറെ ഒന്നും ചേർക്കാനില്ല. അങ്ങനെ മസാല റെഡി ആയി കഴിഞ്ഞ് അത് മാറ്റി വെക്കാം.
ആ സ്റ്റെപ്പ് കഴിഞ്ഞു. മിക്സ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് ഇനിയും ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോട്ട് മിൽക്ക് കേക്കാണ് കേട്ടോ. ഹോട്ട് മിൽക്ക് കേക്കിന് വേണ്ടി 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. മീനാക്ഷിക്കും ഗോപിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹോട്ട് മിൽക്ക് കേക്ക്. അപ്പം ഹോട്ട് മിൽക്ക് കേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കേക്ക്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അവർക്ക് ചോക്ലേറ്റ് കേക്കൊക്കെയാണ് ഇഷ്ടം. പിന്നെ ചോക്ലേറ്റ് കേക്ക് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ചോക്ലേറ്റിൽ നിന്നൊന്ന് വേറിട്ട് ചോക്ലേറ്റ് ഞാൻ ലാസ്റ്റ് ഒരു സിറപ്പ് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഹോട്ട് മിൽക്ക് കേക്ക് അവർക്ക് അധികം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. മുട്ട കുറച്ച് ബീറ്റായി വന്നു കഴിയുമ്പം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്തു. പിന്നെ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്തു കേട്ടോ. വീണ്ടും ബീറ്റ് ചെയ്യുക. പഞ്ചസാര പൊടിച്ചതാണെങ്കിലും പൊടിക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും പ്രോബ്ലം ഇല്ല. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിലായാലും കോൺ ഓയിലായാലും ഒലിവ് ഓയിലായാലും പ്രോബ്ലം ഇല്ല. ഇനിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തിടണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 കപ്പ് മൈദയും. ബേക്കിംഗ് സോഡ ഇല്ല ഈ കേക്കിന്. അപ്പം 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ട് സീവ് ചെയ്ത് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ തടിത്തവി വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് മാറ്റി വെക്കുക. ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആവുന്ന ഒരു പരുവം വരെ അങ്ങ് എടുത്താൽ മതി. ഇനിയും ഹോട്ട് മിൽക്ക് കേക്ക് അല്ലേ, അപ്പോൾ ഹോട്ട് മിൽക്ക് കേക്കിന് ഹോട്ട് മിൽക്ക് റെഡിയാക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. സ്റ്റൗവിൽ ഓണാക്കിയിട്ട് വെക്കുക. അതിലോട്ട് 1/2 കപ്പ് പാലൊഴിക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്യാൻ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും ഒഴിച്ച് പാലൊന്ന് തിളയ്ക്കൊന്നും വേണ്ട, നന്നായിട്ട് ചൂടായി. ഹോട്ട് മിൽക്ക് എന്ന് പറയുന്ന പോലെ പാല് നന്നായിട്ട് ചൂടായി വരണം, അത്രേ ഉള്ളൂ. ആ ചൂടായി വന്ന പാല് ആ ചൂടോട് കൂടി തന്നെ ഈ കേക്ക് മിക്സിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. അപ്പം തന്നെ കേട്ടോ, നമ്മൾ പാല് തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ആ നല്ല ചൂട് പാല് ഡയറക്റ്റായിട്ട് ഈ കേക്ക് മിക്സിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഞാനത് ഉടനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചില്ല, കുറച്ചായിട്ട് ഒഴിച്ചാണ് കേട്ടോ മിക്സ് ചെയ്ത്. എന്നുവെച്ചാൽ മിക്സ് ചെയ്യാൻ അതാ എളുപ്പം. 2 ഹാഫ് ഒഴിച്ചു മിക്സ് ചെയ്തു, വീണ്ടും അടുത്ത ഹാഫ് ഒഴിച്ച് മിക്സ് ചെയ്തു. അപ്പം നല്ല സ്മൂത്തായിട്ട് മിക്സായി വരും. ഉടനെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ തീർന്നു പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ വെച്ചാണ്. ഇങ്ങനെ ലോഫ് ടിന്നായിരിക്കും ഹോട്ട് മിൽക്ക് കേക്കിന് നല്ലത്. ലോഫ് ടിൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ കേക്ക് ടിൻ എടുത്താലും മതി. ഞാൻ ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തേ ഉള്ളൂ. പിന്നെ കുറച്ച് മൈദ വെച്ച് ഡസ്റ്റ് ചെയ്തു. ബട്ടർ പേപ്പർ നോക്കിയപ്പോൾ തീർന്നു പോയിരുന്നു. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ തന്നെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ഞാൻ ഓവൻ 180°C 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 40 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓവൻ ഇല്ലാത്തവർ നോർമൽ സ്റ്റൗവിൽ വെച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ബേക്ക് ചെയ്യുന്നത്. അപ്പം സ്റ്റൗ ടോപ്പിൽ വെച്ചും ഓൾമോസ്റ്റ് സെയിം ടൈമാണ്. ഒരു 5-10 മിനിറ്റ്സ് വെച്ചിട്ട് കൂടുതൽ എടുത്താൽ മതി. അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് പുറത്ത് ഒഴിക്കാനാണ് ഞാൻ പറഞ്ഞത്. ചോക്ലേറ്റ് അവർക്ക് ഇഷ്ടമാണ്, നമ്മൾ ചോക്ലേറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ചോക്ലേറ്റ് എല്ലാം ഡയറി മിൽക്കോ പിന്നെ വേറെ അതേ ടൈപ്പ് ഒരു ചോക്ലേറ്റും കൂടെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ചോക്ലേറ്റ് സോസ് പോലെ, അപ്പോൾ ബട്ടറും ആ ചോക്ലേറ്റും കൂടെ ഒന്ന് മിക്സ് ആക്കി ഇങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഡബിൾ ബോയിലിംഗ് ആ ചെയ്യേണ്ടത്. ഞാൻ അതിന് പകരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ആ ബട്ടറും ചോക്ലേറ്റും കൂടെ. അത് മെൽറ്റായി കഴിയുമ്പം കുറച്ച് വിപ്പിംഗ് ക്രീം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ആ വിപ്പിംഗ് ക്രീമും കൂടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. ഇത് കട്ടിയായിട്ട് വരുന്നതാണ് ഗനാഷ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ചുകൂടി ലൂസാക്കി ഒരു ചോക്ലേറ്റ് സോസ് പോലെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പം സെർവ് ചെയ്യാൻ നേരത്തും അവർക്ക് കഴിക്കാൻ നേരത്തും ആ കേക്കിൽ കുറച്ച് ഒഴിക്കാം. ഞാൻ കേക്ക് സെർവ് ചെയ്യാൻ നേരത്തും കുറച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവർക്ക് കഴിക്കാൻ നേരത്തും ആ കേക്കിൻ്റെ പുറത്ത് കുറച്ച് ഒഴിച്ച് കഴിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിന് ഈ ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടുമല്ലോ. അപ്പം ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നോർമൽ കേക്കായിട്ട് കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ചോക്ലേറ്റ് സോസും റെഡിയാക്കുന്നുണ്ട്. ഇപ്പം എന്ത് ചോക്ലേറ്റ് ആയാലും ഡയറി മിൽക്ക് പോലത്തെ നട്ട്സ് ഇല്ലാത്ത ഏത് ടൈപ്പ് ആ ടൈപ്പ് ഒരു മെൽറ്റിംഗ് ചോക്ലേറ്റ് ഏതായാലും മതി. ഇല്ലെങ്കിൽ കുക്കിംഗ് ചോക്ലേറ്റ് ഒക്കെയാണ് ശരിക്കും എടുക്കേണ്ടത്. കുക്കിംഗ് ചോക്ലേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇവിടെ ഇരുന്ന ചോക്ലേറ്റിൻ്റെ അറ്റവും പാലും ഒക്കെ ഫുൾ ചോക്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കൂടെ എടുത്തങ്ങ് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനത്തെ ഒരു ഇതിലോട്ട് ആക്കി വെച്ചു, സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് ആക്കി വെച്ചു. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ കിച്ചണിലോട്ട് വന്നു ബാക്കി പരിപാടികൾക്ക്. അപ്പം ഉഴുന്നുവടയ്ക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചു. അപ്പം ഉഴുന്നുവടയുടെ മാവിലോട്ട് ഉപ്പിട്ടു, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ഇട്ടു കേട്ടോ.
അപ്പം മാവല്ല വട നല്ല ക്രിസ്പി ആയിട്ട് വരും. പിന്നെ ഇച്ചിരി ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഇടുന്നത് കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ടു. പിന്നെ ഞാൻ പച്ചമുളക് ഇടണമെന്ന് വിചാരിച്ചു ഇട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു. അത് കടുക് വറുക്കുമ്പം ഇതൊക്കെ ബാക്കി സംഭവങ്ങൾ കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൈര് വടയിൽ ബാക്കി സംഭവത്തിന് വേണ്ടിയാണ്. പിന്നെ ചേർക്കുന്നത് കുരുമുളക്. ഇത് ഞാൻ പൊടിച്ചു വെച്ചിട്ട് അപ്പോൾ കുറച്ച് തരിയായിട്ടുണ്ട്. ആ തരി എടുത്താണ് ഇട്ടത് കേട്ടോ. കുരുമുളക് പൊടിയാണെങ്കിൽ ഇടണ്ട, മേടിച്ച പൊടിയാണെങ്കിൽ ഇടണ്ട കേട്ടോ. തരിയായിട്ട് ഇങ്ങനെ പൊടിച്ച് ഫ്രഷ് കുരുമുളക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പെപ്പർ പൗഡറായിട്ട് മേടിച്ചാണെങ്കിൽ ഇടണ്ട, അത് കൊള്ളത്തില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. നമ്മൾ മാവ് ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് മിക്സ് ആക്കുമ്പോൾ വട നല്ല ക്രിസ്പി ആൻഡ് അത് നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് നല്ല വടയായിട്ട് വരും. നല്ല ഇങ്ങനെ ഫ്ലഫി ആക്കി മിക്സ് ആക്കി എടുക്കുന്നതും ഉഴുന്നുവട നല്ല ആവാനായിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുക, വട നന്നായിട്ട് വരും ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് മിക്സ് ആക്കി എടുക്കുമ്പം. എന്നിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ചൂടായെന്ന് അറിയാനായിട്ട് ഞാൻ ചെറുതായിട്ടൊരു ചെറിയ ബോൾ എടുത്തിങ്ങനെ ഇട്ട് നോക്കും. അപ്പം ഇങ്ങനെ മാവ് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും എണ്ണ നല്ല കറക്റ്റ് പരുവായെന്നാണ് അർത്ഥം. എന്നിട്ട് ഒരു ടീസ്പൂൺ, ആ സ്പൂൺ എടുക്കരുത്, മിക്സാക്കിയ സ്പൂൺ എടുക്കരുത്, വേറൊരു ടീസ്പൂണിൽ അതേപോലെ കുട്ടി ഞാൻ ഉഴുന്നുവട ഇങ്ങനെ തൈര് വടയ്ക്കല്ല അല്ലാതെ ഉണ്ടാക്കുമ്പോഴും ഞാനിങ്ങനെ ഇപ്പം ഈയിടെയായിട്ട് ഹോളൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. ഇതേപോലെ കുട്ടി ബോൾസ് ആക്കിയാൽ ശ്രമിക്കും. നല്ല ക്രിസ്പി ആയിട്ട് വരും. നല്ല സൂപ്പർ വടയാണ് കേട്ടോ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും. അപ്പം എപ്പോഴും ഞാനിത് പരിപാടികളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും വട നമ്മുടെ അകത്തോട്ട് പോകാല്, വെറുതെ ഓട്ട ഉണ്ടാക്കി സമയം കളയേണ്ട കാര്യമില്ല. ഉരുളേൻ്റെ വട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഉഴുന്നുവട ഉണ്ടാക്കാൻ പറയും. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സ്ഥിരം ഉഴുന്നുവട ഉണ്ടാക്കാറുണ്ട്. ഈ രീതിയിലാണ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പം നല്ല ക്രിസ്പി വട കുറേ നേരം കഴിഞ്ഞാലും നല്ല തണുത്താലും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. റീഹീറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങ് ഇതായിപ്പോവും, സോഗി ആയിപ്പോവും. മൈക്രോവേവിൽ വെച്ച് രണ്ടാമത് ചൂടാക്കി എടുക്കുമ്പം. പക്ഷെ ഒത്തിരി നേരം ചൂട് പോയാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന വടയാണ് ഉഴുന്നുവട. ശരിയാവാത്തവർ, ക്രിസ്പി ആയിട്ടിരിക്കാത്തവർ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഉഴുന്നുവട തൈര് വടയ്ക്കുള്ള ബാക്കി പ്രിപ്പറേഷനാണ്. കുറച്ച് തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചമ്മന്തിക്ക് അരയ്ക്കുന്നത് പോലെ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇഞ്ചി, ചുവന്നുള്ളി, ഉപ്പ്, പച്ചമുളക് അരച്ചെടുത്തിട്ട് അരപ്പ് പാത്രത്തിലോട്ടിട്ടു. പിന്നെ കുറച്ച് തൈര് നന്നായിട്ട്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം. വീട്ടിൽ ഉറയൊഴിക്കുന്ന തൈരാണെങ്കിൽ നല്ലത്. അപ്പം നന്നായിട്ട് ആ തൈര് നന്നായിട്ടൊന്ന് അടിച്ചു വെച്ചു കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ എടുക്കരുത്. പിന്നെ ഒരു പാനിലോട്ട് കുഞ്ഞുള്ളി, പച്ചമുളക്, കടുക് ഞാൻ പൊട്ടിച്ചില്ലേ, അത് കടുക് പൊട്ടിക്കാൻ മറന്നതാണോ, കടുക് പൊട്ടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കിപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്, കടുക് പൊട്ടിക്കുന്നത് ഞാൻ കാണിക്കാത്തതാണോ. കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ച് പച്ചമുളക്, ആ ചെറിയ ഉള്ളിയും, പിന്നെ കറിവേപ്പിലയും, കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കടലപ്പരിപ്പ് ചേർത്താലും നല്ലതാണ് കേട്ടോ. അതെല്ലാം കൂടെ നല്ലപോലെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിക്കണം കേട്ടോ. അത് എന്നിട്ട് ഈ നമ്മുടെ അരപ്പിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഈ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ വട പീസസ്, നല്ല ക്രിസ്പി വടകൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. വടയിൽ അധികം എണ്ണയൊന്നും പിടിക്കാത്ത വടയാണ്. എണ്ണ പിടിച്ച വടയാണെങ്കിൽ അതിങ്ങനെ വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടിടണം. ഇതിപ്പോൾ അധികം എണ്ണയൊന്നും പിടിക്കാത്ത നല്ല വടയാണ്. ഞാൻ ഈ സമയത്തെ കുറേ വടയൊക്കെ അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അധികം ടേസ്റ്റ് ചെയ്യാത്ത ആളാണ് യൂഷ്വലി കുക്ക് ചെയ്യുമ്പോൾ. പക്ഷേ ഇങ്ങനത്തെ നല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആ തൈരും കൂടെ അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ്. എനിക്കിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അത് കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. തൈര് വട വേണമെങ്കിൽ രാവിലെ തന്നെ നേരത്തെയൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിൽ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. മുകളിൽ വേണമെങ്കിൽ മല്ലിയില, കറിവേപ്പിലയൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല സൂപ്പർ തൈര് വടയായിട്ട്. ഈ അരപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് മിക്ക ഗസ്റ്റുകൾ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി അരപ്പ് ചേർക്കുന്ന ടേസ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഒരു ചിക്കൻ മിക്സ് ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്യുവാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും നല്ലതാണ്. മിക്സ് ഉണ്ടാക്കി നേരത്തെ വെച്ചിരുന്നാൽ മതി. ഫ്രീസറിൽ വേണമെങ്കിൽ ആ മിക്സ് സൂക്ഷിക്കാം കേട്ടോ, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇനിയും ആ ഓരോ ബ്രെഡ് എഡ്ജസ് കട്ട് ചെയ്ത് വെച്ച ഓരോ ബ്രെഡ് വെള്ളത്തിലൊന്ന് വേഗം ഡിപ്പ് ചെയ്ത് പുറത്തെടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ അകത്ത് ഞാൻ ചെയ്യുന്നില്ല, അതേപോലെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് കളയാം. നന്നായിട്ട് വെള്ളം നല്ലതായിട്ട് പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് ഈ മിക്സ് ആ ബ്രെഡിനകത്തോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല ഇതേപോലെ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലതായിട്ട് ഇങ്ങനെ ഞെക്കി
ഒരു കൊഴുക്കട്ടയ്ക്കൊക്കെ റൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രസ് ചെയ്ത് അകത്തോട്ടാക്കി ഒരു ബോളാക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് ആക്കാൻ പറ്റും. കാരണം നമ്മൾ ആ വെള്ളത്തിൽ മുക്കിയെടുത്ത്, കാരണം ആ കൊഴുക്കട്ട പോലെ തന്നെ നല്ല എളുപ്പമായിട്ട് ബോളാക്കാൻ പറ്റും. പൊട്ടിപ്പോവാതെ തന്നെ ചെയ്യാൻ പറ്റും. പൊട്ടിപ്പോവുകയാണെങ്കിൽ തന്നെ സൈഡിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഞെക്കി കൊടുത്തെങ്കിൽ കൈക്ക് അകത്ത് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതെ, ഇതേപോലെ തന്നെ കൈക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഉടനെ തന്നെ ഞാൻ കുറച്ച് ബ്രെഡ്, ഇതിൽ നിന്ന് കുറച്ച് ബ്രെഡ് തന്നെ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇതേപോലെ ബോൾ ആക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ പിന്നെയും എഗ്ഗിലൊക്കെ ഡിപ്പ് ചെയ്തെടുക്കേണ്ടി വരും, കാരണം അത് ഡ്രൈ ആയി പോകും. അപ്പം തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതെല്ലാം മാറ്റി വെക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം എല്ലാ ബോൾസും ഞാൻ ഇതേപോലെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കേക്ക് ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ. അപ്പം കുറേ നേരമായി കേക്ക് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇനി ആ കേക്ക് ടിന്നിൽ നിന്നൊന്ന് പുറത്തെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ബേക്കിംഗ് പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് എഡ്ജസ് ഇങ്ങനെ നൈഫ് വെച്ചിട്ട് വിടിയിച്ചിട്ട് കൊടുത്തിട്ട് വേണം ആ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാൻ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അങ്ങ് പൊക്കിയെടുത്താൽ മതിയായിരുന്നു. കേക്ക് പുറത്തെടുത്തിട്ട് ഞാൻ ഇതേപോലെ ബ്രെഡ് മുറിക്കുന്ന പോലെ മുറിച്ചെടുത്തായിരുന്നു കേട്ടോ. അത് വീഡിയോ ഞാനിങ്ങനെ എളുപ്പത്തിൽ സ്പീഡിലെല്ലാം കൂടെ ചെയ്തപ്പോൾ അത് വീഡിയോ റെക്കോർഡാവാൻ വിട്ടുപോയി, സോറി. അപ്പം ഒരു ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്യുന്ന പോലെ സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതേപോലെ സിറപ്പ്, ചോക്ലേറ്റ് സിറപ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു. ബാക്കി സിറപ്പ് സെർവ് ചെയ്യാൻ നേരത്തെ ടേബിളിലോട്ട് വെക്കുവാണ്. അപ്പം ഇഷ്ടമുള്ളപ്പോൾ അവർക്ക് എടുക്കുമ്പോഴത്തേക്കും ഒഴിച്ചെടുത്താൽ മതി. ഈ ഹോട്ട് മിൽക്ക് കേക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല സൂപ്പറായിട്ട് വരുന്നൊരു ടേസ്റ്റി കേക്കാണ് കേട്ടോ. അപ്പം ഇതുവരെ കേക്ക് വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കേക്കാണ്. കണ്ണും പൂട്ടി നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് ഉണ്ടാക്കി നോക്കാം. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഈ ഹോട്ട് മിൽക്ക് കേക്ക്. പിന്നെ ഞാൻ നമ്മുടെ ബോൾസ് എണ്ണയിൽ ഉഴുന്നുവടയുടെ സെയിം എണ്ണയാണ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഭയങ്കര ടേസ്റ്റ്. ഞാനിതിപ്പം എല്ലാം ഇങ്ങനെ ഭയങ്കര ടേസ്റ്റിയാന്ന് പറയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നുണ്ടാക്കി 3 സംഭവങ്ങളിലും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് എല്ലാം മസ്റ്റ് ട്രൈ എന്ന് എനിക്ക് പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒന്നുപോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഞാൻ അവർ വന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ഗസ്റ്റ് വരുമ്പം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യലും എല്ലാം സെർവ് ചെയ്യലും എല്ലാം കൂടെ പാടാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം മുരളിയുടെ പിന്നെ ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്ത് തരത്തില്ല. അപ്പം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വാവയെ കണ്ട എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കി പറയുക.